മതിയായ സൂചനാ സംവിധാനങ്ങളില്ലാത്ത ഹമ്പുകൾ അപകടക്കെണിയാകുന്നു. എരുമപ്പെട്ടിയിൽ ഹമ്പിൽ ചാടിയ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ് വീട്ടമ്മ മരിച്ചു. പ്രളയം ദുരന്ത ഭൂമിയാക്കി മാറ്റിയ കുഴൂരിലെ കാർഷിക മേഖല വീണ്ടും പച്ചപ്പണിയുന്നു. അതിജീവനത്തിന്റെ വിജയഗാഥ രചിച്ച് എടത്തുരുത്തിലെ പാടശേഖര സമിതി കൂട്ടായ്മ. കുന്നംകുളം നിർദ്ദിഷ്ട ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് വീണ്ടും ചുവപ്പുനാട. സാങ്കേതിക അനുമതി ലഭിക്കാതെ ബസ് സ്റ്റാൻഡ് നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിനത്തിൽ ജില്ലയിൽ പണിമുടക്ക് ഭാഗികം. വ്യാപാര സ്ഥാപനങ്ങളും ഏതാനും സ്കൂളുകളും തുറന്നു പ്രവർത്തിച്ചു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നടന്ന ഹർത്താലിനെ തുടർന്നുണ്ടായ അക്രമങ്ങളിൽ അറസ്റ്റ് തുടരുന്നു. ചാലക്കുടിയിലും 3 പീടികയിലുമായി 19 പേർ കൂടി അറസ്റ്റ്. നമസ്കാരം. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടിയിൽ ഹമ്പിൽ ചാടിയ ബൈക്കിൽ നിന്നും തെറിച്ചു വീണ് വീട്ടമ്മ മരിച്ചു. വടക്കാഞ്ചേരി കിഴക്കേ പീടികയിൽ പരേതനായ മുഹമ്മദ് ഭാര്യ 47 വയസ്സുള്ള നബീസയാണ് മരിച്ചത്. വൈകിട്ട് 3 മണിയോടെയാണ് അപകടമുണ്ടായത്. മകൻ അമീറിനോടൊപ്പം ബൈക്കിന്റെ പുറകിലിരുന്ന് സഞ്ചരിക്കുകയായിരുന്നു നബീസ. ചാവക്കാട് ബന്ധുവിന്റെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള ഹമ്പിൽ ചാടിയ ബൈക്കിൽ നിന്ന് തെറിച്ച് ഇവർ റോഡിൽ തലയിടിച്ച് വീഴുകയായിരുന്നു. ഉടൻ തന്നെ കുന്നംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. ഹമ്പിൽ അടയാളം പതിക്കാതിരുന്നതാണ് അപകടത്തിന് ഇടയാക്കിയത്. അപകടത്തിന് ശേഷം എരുമപ്പെട്ടി പോലീസ് താൽക്കാലികമായി അടയാളം രേഖപ്പെടുത്തി. ഇതിനു മുമ്പും അടയാളം പതിക്കാത്ത ഹമ്പിൽ വാഹനങ്ങൾ ചാടി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗുരുവായൂർ ആലത്തൂർ സംസ്ഥാന പാതയായ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഹമ്പുകളുണ്ട്. എന്നാൽ ഹമ്പുകളിൽ അടയാളമിടാനും സൂചനാ ബോർഡ് സ്ഥാപിക്കാനും പൊതുമരാമത്ത് അധികൃതർ തയ്യാറാകുന്നില്ല. അടയാളമില്ലാത്ത ഹമ്പുകളിൽ അപകടങ്ങൾ പതിവാകുന്നതിനെക്കുറിച്ച് TCV നിരവധി തവണ വാർത്ത നൽകിയിരുന്നു. പൊതുമരാമത്ത് അധികൃതരുടെ അനാസ്ഥയാണ് ഒരു ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഭർത്താവിനൊപ്പം സഞ്ചരിക്കവേ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പരിയാരം പാറയ്ക്ക് വീട്ടിൽ ജോസ് ഭാര്യ 43 വയസ്സുള്ള നൈസിയാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട പള്ളിപ്പെരുന്നാളിന് പോയി ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഈ മാസം 6-ന് വല്ലക്കുന്നിൽ വെച്ച് സ്കൂട്ടറിന് പുറകിൽ കാർ ഇടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ ഭർത്താവ് ജോസിനും പരിക്കേറ്റിരുന്നു. മാളയിൽ ബൈക്ക് അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. മാള പള്ളിപ്പുറം സ്വദേശി മംഗലത്ത് ഷാജുവിനാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചതിരിഞ്ഞ് 3:30 മാള KSRTC സ്റ്റാൻഡിന് സമീപത്തായിരുന്നു അപകടം. ഷാജു ഓടിച്ചിരുന്ന ബൈക്ക് മറ്റൊരു ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. പ്രളയം ദുരന്ത ഭൂമിയാക്കി മാറ്റിയ കുഴൂരിലെ കാർഷിക മേഖലയിൽ വീണ്ടെടുപ്പിന്റെ കാഹളം മുഴങ്ങുന്നു. കുഴൂരിലെ പാടശേഖരങ്ങൾ വീണ്ടും പച്ച പുതച്ച നിലയിലേക്ക് മാറിയപ്പോൾ കർഷക മനസ്സിൽ പ്രതീക്ഷയുടെ പുതുനാമ്പിടുകയാണ്. പ്രളയം സമ്മാനിച്ച നല്ല മണ്ണിൽ കർഷകർ വീണ്ടും വിത്തിറക്കിയത് വലിയ പ്രതീക്ഷകളോടെയാണ്. തൊഴിലുറപ്പ് പദ്ധതിയെ പ്രയോജനപ്പെടുത്തിയാണ് പ്രളയശേഷം പാടശേഖരത്തെ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടുള്ളത്. കുഴൂർ പഞ്ചായത്തിലെ 3, 4, 6 വാർഡുകളിലായി ആകെയുള്ള 500 ഏക്കറോളം സ്ഥലത്താണ് കൃഷി. പ്രധാനമായും ഉമ, പൊന്മണി ഇനത്തിലുള്ള വിത്തുകളാണ് കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട വെള്ളം ലഭിക്കുന്ന കരിക്കാട്ടുചാലിനെ ആശ്രയിച്ചാണ് ഈ മേഖലകളിൽ കൃഷി ചെയ്യുന്നത്. ചാലിലേക്ക് പുഴയിൽ നിന്ന് പമ്പ് ചെയ്തെത്തുന്ന വെള്ളം ഉപയോഗിച്ചാണ് നിരവധി ചെറുകിട ജലസേചന പദ്ധതികൾ പ്രവർത്തിക്കുന്നത്. കരിക്കാട്ടുചാൽ കുണ്ടൂരിൽ വീണ്ടും പുഴയുമായി ചേരുന്നതിനിടയിൽ കൃഷി ആവശ്യത്തിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കരിക്കാട്ടുചാൽ ജലസമൃദ്ധമാക്കുന്നതിന് KLDC പദ്ധതിയുടെ 2ാം ഘട്ടമായി ആഴം കൂട്ടി ബണ്ട് ബലപ്പെടുത്തുന്ന നിർമ്മാണങ്ങളും നടക്കുന്നുണ്ട്. കൃഷിവകുപ്പിന്റെ സഹായത്തോടെ ലഭിച്ച നെൽവിത്ത് ഉപയോഗിച്ചാണ് കൃഷിയിറക്കിയിട്ടുള്ളതെന്നും പാടശേഖരത്തെ കോൾപ്പാടമായി സർക്കാർ അംഗീകരിക്കണമെന്നും കർഷകരായ കൊടിയൻ ഇട്ടീരയും വട്ടോലിപ്പറമ്പിൽ ഗോപാലകൃഷ്ണനും പറഞ്ഞു. ഞങ്ങളുടെ ഈ പാടം മൊത്തത്തിൽ പർവ്വതത്തിൽപ്പെട്ടതായിരുന്നു. ഇപ്പോൾ കൃഷിഭവൻ വഴി വിത്തും ഇത്തളൊക്കെ കിട്ടി കൃഷി ഇറക്കിയേക്കാണ്. ഇതേവരെ നല്ല ലെവലിൽ പോകേണ്ട കുഴപ്പമൊന്നുമില്ല. സർക്കാരിൻ്റെ രേഖയിൽ പുഞ്ചപ്പാടമായിട്ടാണ് കിടക്കുന്നത്. ഇത് കോൾപ്പടവിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ വെള്ളത്തിനോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾക്കോ ഒന്നും ഒരു കുറവുണ്ടായിട്ടില്ല. നല്ല രീതിയിലാണ് ഇതുവരെ കൃഷി നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു 22 ഏക്കർ പാട്ടത്തിന് എടുത്ത് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. കഴിഞ്ഞ വർഷം ഒരു 18 ഏക്കർ ചെയ്തിരുന്നു. നല്ല വിളവാണ് നമുക്ക് കിട്ടിയത്. 200ഓളം കർഷകരാണ് പതിവ് പോലെ കൃഷിയിറക്കിയിട്ടുള്ളത്. നെൽകൃഷിയോടുള്ള താൽപര്യത്തിൽ നിരവധി കർഷകരാണ് പാട്ടത്തിനടുത്ത സ്ഥലത്ത് കൃഷി ചെയ്യുന്നത്.
ഒരു പൂ മാത്രം കൃഷിയിറക്കുന്ന ഈ പാടശേഖരത്തിൽ മികച്ച വിളവാണ് എക്കാലവും ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടുത്തെ നെല്ല് പൂർണ്ണമായും സപ്ലൈകോ എടുക്കാത്ത അവസ്ഥയാണുള്ളത്. സാധാരണ പാടശേഖരങ്ങളിൽ ഏക്കർ 1-ന് 22 ക്വിന്റൽ നെല്ലാണ് സപ്ലൈകോ എടുക്കുന്നത്. എന്നാൽ കോൾപ്പാടമാണെങ്കിൽ 33 ക്വിന്റൽ എടുക്കും. ഈ പാടശേഖരത്തിൽ ശരാശരി 33 ക്വിന്റൽ വരെ വിളവ് ലഭിക്കുന്നുണ്ടെന്ന് 23 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിട്ടുള്ള പോൾസൺ കൊടിയൻ പറഞ്ഞു. ഇതുകൂടി കണക്കിലെടുത്താണ് തുമ്പരശ്ശേരി അടൂപ്പാടം പാടശേഖരങ്ങളെ കോൾപ്പാടത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നത്. TCV ന്യൂസ്, മാള. പ്രളയം കണ്ണീർ വീഴ്ത്തിയ നെൽപ്പാടങ്ങളിൽ കർഷക കൂട്ടായ്മയിലൂടെ 100 മേനി വിളവെടുക്കാനൊരുങ്ങുകയാണ് എടത്തുരുത്തിയിലെ പാടശേഖര സമിതി പ്രവർത്തകർ. ഒരു കാലത്ത് നാട്ടികയുടെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന എടത്തുരുത്തിയിലെ മാണിയം താഴത്ത് കൊയ്യാൻ പാകമായി നിൽക്കുന്ന നെൽക്കതിരുകൾക്ക് കർഷക കൂട്ടായ്മയുടെ കഥയാണ് പങ്കുവയ്ക്കാനുള്ളത്. എടത്തുരുത്തി, പയ്യന്നൂർ, മാണിയം താഴം എന്നിങ്ങനെ 3 പാടശേഖരങ്ങളാണ് എടത്തുരുത്തി പഞ്ചായത്തിലുള്ളത്. 2012-ൽ 35 പേർ അംഗങ്ങളായുള്ള പാടശേഖര സമിതിക്ക് രൂപം നൽകി. കൂട്ടുകൃഷി സമ്പ്രദായത്തിലൂടെ മികച്ച വിളവുണ്ടാക്കുകയായിരുന്നു സമിതിയുടെ പ്രഥമ ലക്ഷ്യം. അപ്പോൾ ആ പ്രളയത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മാണിയന്താഴം പാടശേഖര സമിതിയുടെ 8 ഏക്കർ പുതിയ ഒരു നെൽവിത്ത്, അതായത് ആസാമിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള 110 ദിവസം മൂപ്പുള്ള ഒരു നെല്ല് കൃഷി ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല വിളവാണ് കാണുന്നത്. വലിയ ചിലവൊന്നുമില്ലാതെ നമ്മൾ 100% ജൈവമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ ചാഴി എന്നുള്ള ചാഴിക്കുള്ള മരുന്ന് അടിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ജൈവമായിട്ടുള്ള വളമാണ് ചെയ്തിട്ടുള്ളത്. 10 ഏക്കറോളം വരുന്ന പാടത്ത് ചേക്കപ്പുൽ നീക്കം ചെയ്ത് കൃഷിനിലം ഒരുക്കുകയായിരുന്നു തുടക്കം. മറ്റു പാടശേഖരങ്ങളിലെ പോലെ ഇരുപ്പു കൃഷിയായിരുന്നു ഇവിടെയും. തുടക്കത്തിലെ കൃഷി വിജയം കണ്ടു. കനോലി കനാലിന്റെ സാമീപ്യമുള്ളതിനാൽ വെള്ളത്തിനും ക്ഷാമമില്ല. ജലസേചനത്തിന് പമ്പ് സെറ്റും മറ്റ് കാർഷിക ഉപകരണങ്ങളും സർക്കാർ സഹായത്തോടെ ലഭിച്ചപ്പോൾ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂടി. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ച് കൃത്യസമയത്ത് കതിരിടുന്നതും വിളവെടുപ്പ് നടത്തുന്നതും തുടർക്കഥയായപ്പോൾ കൃഷിയിടത്തിന്റെ വ്യാപ്തിയും വർദ്ധിച്ചു. എന്നാൽ ഇക്കഴിഞ്ഞ പ്രളയം കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ കൊയ്യാൻ പാകത്തിൽ നിറഞ്ഞു നിന്നിരുന്ന നെൽക്കതിരുകളാണ് മഹാപ്രളയത്തിൽ ഒന്നും ബാക്കി വയ്ക്കാതെ നശിച്ചുപോയത്. മാണിയം താഴത്ത് മാത്രം 32 ഏക്കറോളം കൊടിയൻ നെൽകൃഷിയാണ് പ്രളയം കവർന്നെടുത്തത്. പ്രളയത്തെ അതിജീവിക്കാനാണ് 8 ഏക്കറിൽ പരീക്ഷണമെന്നോണം ആസാമിൽ നിന്നും കൊണ്ടുവന്ന 4 മാസത്തിനുള്ളിൽ വിളവെടുക്കാൻ കഴിയുന്ന ബാസ് എന്ന നെൽവിത്ത് വിതച്ചത്. വെള്ളക്കെട്ടുണ്ടായാലും മികച്ച വിളവ് വരുന്ന ഇനമാണ് ഇതെന്ന കാരണത്താലാണ് പാടശേഖര സമിതി ഈ വിത്ത് തെരഞ്ഞെടുത്തത്. ജൈവ കൃഷി രീതിയാണ് അവലംബിച്ചത്. കനാലിൽ ഉപ്പുവെള്ളം കയറിയതിനാൽ അത് പാടത്തേക്ക് വരാതിരിക്കാനായി ബണ്ട് കെട്ടി സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. നെൽകൃഷി 100% ലാഭകരമാണ്, നഷ്ടമല്ല എന്ന ബോധ്യപ്പെടുത്തലാണ് മാണിയം താഴം പാടശേഖര സമിതിക്ക് കാർഷിക സമൂഹത്തോട് പറയാനുള്ളത്. എന്തായാലും കൃഷി നഷ്ടമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നെൽകൃഷി എപ്പോഴും ലാഭകരമാണ്, 100% ലാഭകരമാണ് എന്ന് ജനങ്ങൾ ബോധ്യപ്പെടേണ്ട കാര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പാടശേഖരം എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മ, ഒരുമിച്ച് നമ്മളെല്ലാ പണി ആരംഭിക്കുക, വരമ്പ് വയ്ക്കുക, പാടം വൃത്തിയാക്കുക, ഒരുമിച്ച് വിതയ്ക്കുക, ഒരുമിച്ച് കൊയ്യുക, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വലിയ ചെലവ് ചുരുങ്ങിയ രീതിയിലേക്ക് നമ്മൾ ഇപ്പോൾ കൊയ്ത്ത് മിഷ്യൻ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വലിയ കർഷകനൊരു ആശ്വാസമാണത്. നമ്മൾ കൈക്കൊയ്ത്ത് കഴിയുമ്പോൾ കുറേ ചിലവ് കൂടും നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക്, അതുപോലെ തന്നെ നടിയിൽ യന്ത്രമുണ്ട് ഇപ്പോൾ. അപ്പോൾ നടിയിൽ യന്ത്രം കൊണ്ട് ഉപയോഗിച്ച് അപ്പോൾ കൃഷി നമ്മൾ കുറേയും കൂടി ഹൈടെക് ആയിട്ട് പോകുമ്പോൾ ലാഭകരമാവും. നെൽവയലുകൾ പലതും കാലക്രമേണ നികത്തിയെങ്കിലും നിലവിൽ 70 ഏക്കറാണ് മാണിയം താഴത്തെ മാത്രം കൃഷിയിടത്തിന്റെ വ്യാപ്തി. ആത്മാർത്ഥമായ പരിശ്രമവും കൃഷിയോടുള്ള അടങ്ങാത്ത സ്നേഹവും ഉണ്ടെങ്കിൽ മറ്റേത് കാർഷിക മേഖലയേക്കാളും മികച്ച വിളവ് നെൽകൃഷിയിൽ കൊയ്തെടുക്കാമെന്നാണ് ഈ കർഷക കൂട്ടായ്മയുടെ വിജയം പകർന്നു നൽകുന്ന പാഠം. TCV, കയ്പമംഗലം. കുന്നംകുളം നഗരത്തിന്റെ സ്വപ്ന പദ്ധതിയായ നിർദ്ദിഷ്ട ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് വീണ്ടും ചുവപ്പ് നാട. നിർമ്മാണത്തിന് ആവശ്യമായ നിയമ കടമ്പകൾ മറികടക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഇനിയും നഗരസഭയ്ക്കായില്ലെന്ന് ആക്ഷേപം. സാങ്കേതിക അനുമതി ഇനിയും ലഭ്യമാകാത്ത പദ്ധതി നിർമ്മാണോദ്ഘാടനം നടത്തുകയും 2018 നവംബറിൽ പ്രവർത്തനമാരംഭിച്ച് 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് നഗരസഭ പ്രസ്താവന നടത്തിയിരുന്നുവെങ്കിലും പദ്ധതിക്ക് ഇതുവരെയും സാങ്കേതിക അനുമതി ലഭിച്ചിട്ടില്ല. ഇതിനുശേഷം മാത്രമേ നിർമ്മാണം ഏറ്റെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റിയുമായി കരാറുണ്ടാക്കാനാകൂ. നിർമ്മാണ കമ്പനിയുമായി കരാറുണ്ടാക്കുക കൂടി ചെയ്യാതെ നിർമ്മാണം ആരംഭിക്കുമെന്ന് കാട്ടി 3ാം തവണയും ആർഭാടമായി തറക്കല്ലിട്ട് ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് മുൻ നഗരസഭാ ചെയർമാൻ CV ബേബി പറഞ്ഞു. നിർമ്മാണാവശ്യമായ നിയമ നടപടികൾ ഇനിയും പൂർത്തിയാക്കുകയോ
നിർമ്മാണം ഏറ്റെടുക്കാമെന്ന് ഉറപ്പു നൽകിയ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുമായി കരാറുണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിലെ കെട്ടിടത്തിന്റെ മുൻഭാഗം പൊളിക്കുന്നതിനു വേണ്ടി വിളിച്ചു ചേർത്ത കൗൺസിൽ യോഗത്തിൽ കയ്യാങ്കളിയുണ്ടായതും ഭരണപ്രതിപക്ഷ കക്ഷികൾ ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ സാങ്കേതികാനുമതി പോലുമില്ലാത്ത പ്രവൃത്തിയുടെ ഇടയിലുണ്ടാകേണ്ട നടപടിയെച്ചൊല്ലിയുണ്ടായ തർക്കം പോലും നിലവിൽ നാടകമായിരുന്നോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയിലാണ്. സാങ്കേതികാനുമതി ലഭ്യമായിട്ടില്ലെന്ന് മാത്രമല്ല, ചീഫ് സെക്രട്ടറി പൊതുമരാമത്തിന് കൈമാറിയ ഫയലിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയതായും ബേബി പറയുന്നു. കുന്നംകുളം നഗരസഭയുടെ അതിർത്തിയിൽ വരുന്ന MLA ഒരു മന്ത്രിയായിരുന്നിട്ട് പോലും, അതും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രിയായിരുന്നിട്ട് പോലും, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതലയിൽ വരുന്ന കാര്യങ്ങൾ പരിപൂർണമായി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള, അതല്ലെങ്കിൽ അതിന് താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നിട്ട് പോലും ആ വ്യക്തിയെ പോലും ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാങ്കേതികാനുമതി ലഭിച്ചിട്ടില്ലെന്നത് സത്യമാണെന്നും ഇത് എത്രയും പെട്ടെന്ന് മറികടന്ന് നിർമ്മാണം ആരംഭിക്കാനാകുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും, എന്നാൽ അത് എന്ന് ആരംഭിക്കുമെന്നത് സംബന്ധിച്ച് ഊരാളങ്കൽ സൊസൈറ്റിയുമായി കരാറുണ്ടാക്കിയതിനു ശേഷമേ പറയാനാകൂ എന്നും പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജി പറയുന്നു. ഗവൺമെന്റ് സെക്രട്ടറി ഒന്ന് കുറിപ്പ് എഴുതിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അതിന്റെ ചില താമസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ബസ് സ്റ്റാൻഡ് പണിയും, പക്ഷെ അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വർഷത്തിനുള്ളിൽ പണിയുമെന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ കഴിയില്ല. ഫയലുകൾ ഇത്തരത്തിലാണ് നീങ്ങുന്നതെങ്കിൽ മുൻ ഭരണസമിതികൾക്കുണ്ടായതുപോലെ ഇനിയും അടുത്ത ഇലക്ഷൻ സമയത്ത് പുതിയ നിർമ്മാണോദ്ഘാടനം കൂടി നഗരം കാണേണ്ടി വരുമെന്നാണ് കരുതുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്ത തുടർന്നു. ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിനത്തിൽ ജില്ലയിൽ പണിമുടക്ക് ഭാഗികം. വ്യാപാര സ്ഥാപനങ്ങളും ഏതാനും സ്കൂളുകളും തുറന്ന് പ്രവർത്തിച്ചു. പണിമുടക്ക് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയവരെ ബാധിച്ചില്ല. ക്ഷേത്രത്തിൽ ഭക്തരുടെ തിരക്ക് അനുഭവപ്പെട്ടു. നഗരത്തിലെ പ്രധാന വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നെങ്കിലും ക്ഷേത്ര പരിസരത്തെ കടകൾ തുറന്ന് പ്രവർത്തിച്ചു. പണിമുടക്ക് അനുകൂലികൾ നഗരത്തിൽ പ്രകടനം നടത്തി. തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ സമരക്കാർ തടഞ്ഞതുമൂലം ട്രെയിൻ അരമണിക്കൂർ വൈകി. KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്താത്തതിനാൽ ട്രെയിനുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. എരുമപ്പെട്ടി മേഖലയിൽ പണിമുടക്ക് രണ്ടാം ദിവസവും പൂർണ്ണമായിരുന്നു. സ്കൂളുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും തുറന്ന് പ്രവർത്തിച്ചില്ല. പെട്രോൾ പമ്പുകളും വ്യാപാര സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിച്ചു. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി. നെല്ലുവായി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം മങ്ങാട് സെന്ററിൽ സമാപിച്ചു. INTUC, CITU നേതാക്കളായ TK ദേവസി, UK മണി, KM അഷ്റഫ്, CV ബേബി, CK നാരായണൻ, PT ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പണിമുടക്ക് തീരദേശ മേഖലയിൽ ഭാഗികമായിരുന്നു. വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു. തൃപ്രയാർ തൃശൂർ റൂട്ടിൽ കിരൺ എന്ന സ്വകാര്യ ബസ് 3 തവണ സർവീസ് നടത്തി. യാത്രക്കാരുടെ എണ്ണം കുറവായതിനാൽ പിന്നീട് സർവീസ് അവസാനിപ്പിച്ചു. തീരദേശ മേഖലയിലെ പെട്രോൾ പമ്പുകളെ പണിമുടക്ക് ബാധിച്ചില്ല. തൃപ്രയാറിൽ ഏതാനും ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തി. പണിമുടക്കിന്റെ ഭാഗമായി തൊഴിലാളികൾ തൃപ്രയാറിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. CITU നാട്ടിക ഏരിയ സെക്രട്ടറി IK വിഷ്ണുദാസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. പണിമുടക്കിന് കയ്പമംഗലം മേഖലയിൽ രണ്ടാം ദിവസവും സമ്മിശ്ര പ്രതികരണമായിരുന്നു. മേഖലയിൽ ഭൂരിഭാഗം വ്യാപാര സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിച്ചു. ചില സ്കൂളുകളും ബാങ്കുകളും പ്രവർത്തിച്ചിരുന്നു. പഞ്ചായത്ത് വില്ലേജ് ഓഫീസുകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പെരിഞ്ഞനത്തും ചന്ദ്രാപിന്നിയിലും പ്രകടനം നടത്തി. പാവറട്ടി മേഖലയിൽ ഭൂരിഭാഗം കടകളും തുറന്ന് പ്രവർത്തിച്ചു. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും സർവീസ് നടത്തിയില്ല. തുറന്ന് പ്രവർത്തിച്ച വിദ്യാലയങ്ങളിൽ അധ്യാപകരും വിദ്യാർത്ഥികളുടെയും ഹാജർ നില കുറവായിരുന്നു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പാവറട്ടിയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നു. വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, എളവള്ളി, തോളൂർ ഭാഗങ്ങളിൽ ഭൂരിഭാഗം കടകളും തുറന്ന് പ്രവർത്തിച്ചു. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും സർവീസ് നടത്തിയില്ല. സർക്കാർ ഓഫീസുകളിൽ ജീവനക്കാരുടെ എണ്ണം കുറവായിരുന്നു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പാവറട്ടിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് യോഗം ഉദ്ഘാടനം ചെയ്തു. INTUC പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് KD ജോസ് അധ്യക്ഷനായി. VS ശേഖരൻ, NJ ലിയോ, ബാബു ആന്റണി, VR മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയിൽ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. ചൊവ്വാഴ്ച തുറന്നു പ്രവർത്തിച്ചിരുന്ന കടകളും സർക്കാർ ഓഫീസുകളും വ്യവസായ സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു.
സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. എന്നാൽ പ്രാദേശിക വിഷയങ്ങളുടെ പേരിൽ INTUC, AITUC വിഭാഗങ്ങൾ പ്രകടനത്തിൽ നിന്നും വിട്ടുനിന്നു. മാള മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു. ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങി. സർക്കാർ ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. മാളയിൽ പണിമുടക്കിയ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. CR പുരുഷോത്തമൻ അധ്യക്ഷനായിരുന്നു. ചെറുതുരുത്തിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു. ഓട്ടോ ടാക്സികളും സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങി. ചേർപ്പ് മേഖലയിൽ പണിമുടക്ക് ഭാഗികമായിരുന്നു. ചേർപ്പ്, ഊരകം, പാലക്കൽ എന്നിവിടങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ ഭാഗികമായി തുറന്ന് പ്രവർത്തിച്ചു. ഓട്ടുകമ്പനികളും മരക്കമ്പനികളും പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഓട്ടോ ടാക്സികൾ സർവീസ് നടത്തി. ചേർപ്പ് CNN സ്കൂൾ പ്രവർത്തിച്ചെങ്കിലും കുട്ടികളുടെ ഹാജർ നില കുറവായിരുന്നു. പണിമുടക്കിനെ തുടർന്ന് ചാവക്കാട് മേഖലയിൽ സർക്കാർ ഓഫീസുകൾ അടഞ്ഞുകിടന്നു. വ്യാപാര സ്ഥാപനങ്ങൾ ഭാഗികമായി തുറന്ന് പ്രവർത്തിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും തുറന്നില്ല. മുനക്കക്കടവ് ഹാർബറിൽ നിന്ന് ചില ബോട്ടുകൾ കടലിൽ പോയെങ്കിലും ഹാർബർ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ചാവക്കാട് ബീച്ചിൽ മത്സ്യമാർക്കറ്റ് തുറന്ന് പ്രവർത്തിച്ചു. മേഖലയിലെ ഭൂരിഭാഗം പെട്രോൾ പമ്പുകളും തുറന്ന് പ്രവർത്തിച്ചിരുന്നു. പുതുക്കാട് മേഖലയിൽ പകുതിയിലേറെ കടകൾ തുറന്ന് പ്രവർത്തിച്ചു. കഴിഞ്ഞ ദിവസം മേഖലയിലെ എല്ലാ കടകളും അടച്ചിട്ടിരിക്കുകയായിരുന്നു. വരന്തരപ്പള്ളി, ആമ്പലൂർ, പുതുക്കാട് എന്നിവിടങ്ങളിലുള്ള സ്കൂളുകൾ പ്രവർത്തിച്ചില്ല. കള്ളായി LP സ്കൂൾ പണിമുടക്കിൽ തുറന്ന് പ്രവർത്തിച്ചു. ബസ്, ഓട്ടോ ടാക്സി എന്നിവ പണിമുടക്കിൽ പങ്കെടുത്തതോടെ ജനജീവിതത്തെ ബാധിച്ചു. പാലപ്പള്ളി, തോട്ടം മേഖലയിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു. വരന്തരപ്പള്ളിയിൽ പെട്രോൾ പമ്പ് തുറന്ന് പ്രവർത്തിച്ചത് യാത്രക്കാർക്ക് ആശ്വാസമായി. കൊടകര മേഖലയിൽ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. കൊടകര, കോടാലി തുടങ്ങിയ വ്യാപാര കേന്ദ്രങ്ങളിലെല്ലാം ഭൂരിഭാഗം കടകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ഹാരിസൺ മലയാളം റബ്ബർ പ്ലാന്റേഷനെയും പണിമുടക്ക് ബാധിച്ചു. BMS ഒഴികെയുള്ള വിവിധ ട്രേഡ് യൂണിയനുകൾക്ക് കീഴിലെ തോട്ടം തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ തോട്ടം മേഖല നിശ്ചലമായി. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കോടാലി ടൗണിൽ പ്രകടനം നടന്നു. സംയുക്ത ട്രേഡ് യൂണിയൻ മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ നടന്ന പ്രകടനത്തിന് INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് സോമൻ മൂത്രത്തിക്കര, TA ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ മേഖലയിൽ പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ബസ്സുകൾ ഉൾപ്പെടെയുള്ള പൊതുയാത്രാ വാഹനങ്ങൾ നിരത്തിലിറങ്ങാത്തത് യാത്രാ ദുരിതം സൃഷ്ടിച്ചു. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങൾ ചിലത് തുറന്ന് പ്രവർത്തിച്ചു. സർക്കാർ ആശുപത്രിക്ക് പുറമെ സ്വകാര്യ ആശുപത്രികളിലും ഡോക്ടർമാരും ജീവനക്കാരും കുറവായിരുന്നു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. INTUC നിയോജകമണ്ഡലം സെക്രട്ടറി വറീദ് ചിറ്റിൽപ്പള്ളി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. MR സോമനാരായണൻ അധ്യക്ഷനായി. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ PN സുരേന്ദ്രൻ, ജാൻസി ഫ്രാൻസിസ്, KP മദരൻ, BJ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുടയിൽ സമരാനുകൂലികൾ ട്രെയിൻ തടഞ്ഞു. തിരുവനന്തപുരം ഗോരഖ്പൂർ എക്സ്പ്രസ്സാണ് കല്ലേറ്റിങ്ങര റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞിട്ടത്. ട്രെയിൻ തടഞ്ഞ 12ഓളം പ്രവർത്തകരെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി ലതാ ചന്ദ്രൻ ട്രെയിൻ തടയൽ സമരത്തിന് നേതൃത്വം നൽകി. പണിമുടക്കിൽ കുന്നംകുളത്ത് സമ്മിശ്ര പ്രതികരണമായിരുന്നു. വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു. സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. ചില എയ്ഡഡ് സ്കൂളുകൾ പ്രവർത്തിച്ചു. സർക്കാർ സ്ഥാപനങ്ങളും ബാങ്കുകളും പ്രവർത്തിച്ചില്ല. നഗരത്തിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ട്രേഡ് യൂണിയൻ നേതാക്കളായ KA അസീസ്, KV ഗീബർ, അഡ്വക്കേറ്റ് KB രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ഞാണി മേഖലയിൽ കടകൾ തുറന്ന് പ്രവർത്തിച്ചു. കണ്ടാശംകടവ് മാർക്കറ്റിലും അന്തിക്കാട്, പുത്തൻപീടിക, പെരിങ്ങോട്ടുകര തുടങ്ങിയ സ്ഥലങ്ങളിലും കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു. അന്തിക്കാട് ഹൈസ്കൂൾ, അന്തിക്കാട് KGM LP സ്കൂൾ എന്നിവ തുറന്ന് പ്രവർത്തിച്ചിരുന്നു. പണിമുടക്കിന്റെ ഭാഗമായി ചേലക്കരയിൽ പ്രകടനവും പ്രതിഷേധ പൊതുയോഗവും നടന്നു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് TN കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് അധ്യക്ഷനായിരുന്നു. CITU മണ്ഡലം സെക്രട്ടറി ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോസ് TCB. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ നടന്ന ഹർത്താലിൽ വഴി തടയലിനിടെ ചാലക്കുടിയിൽ കാർ തടഞ്ഞു നിർത്തി യാത്രക്കാരെ ആക്രമിച്ച സംഭവത്തിൽ 8 പേർ കൂടി പോലീസ് പിടിയിൽ. ഹിന്ദു ഐക്യവേദി നേതാവ് ഷോജി ശിവപുരം, CD ഗിരീഷ്, സുമേഷ്, VR പുരം, ബിനു വ്യാസപുരം, ശ്രീജിത്ത് വ്യാസപുരം, ശിവദാസൻ മടത്തിപ്പറമ്പിൽ, ശശി അടിച്ചിലി, സുകേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അഡ്വക്കേറ്റ് ജോസഫ് ഗോപുരന്റെ ഭാര്യ അഡ്വക്കേറ്റ് മേരി കാത്രിൻ പ്രിയങ്കയെയാണ് സംഘം ആക്രമിച്ചത്. ചാലക്കുടി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിനെ തുടർന്നുണ്ടായ അപ്രഖ്യാപിത ഹർത്താലിൽ 3 പീടികയിൽ KSRTC ബസ്സിന് കല്ലെറിഞ്ഞ കേസിൽ 11 BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം കൊറ്റംകുളം സ്വദേശി കാരണത്ത് ഷൺമുഖൻ, പൊന്മനിക്കുടം മലയാറ്റിൽ ജിഷാന്ത്, ആറാട്ടുകടവ് കിഴക്കേടത്ത് മുരളി, കൂളിമുട്ടം ഊമൻതറ പോപ്പാട്ടറാവു ശിവരാജ് പാട്ടീൽ, കയ്പമംഗലം ബീച്ച് വലിയപറമ്പിൽ മഹേഷ്, കയ്പമംഗലം ചക്കൻചാത്ത് സന്ദീപ്, കയ്പമംഗലം പുന്നക്കിച്ചാൽ കൊപ്രവീട്ടിൽ സത്യാനന്ദൻ, കയ്പമംഗലം ഡോക്ടർപടി അരയങ്ങാട്ടിൽ സതീശൻ, കയ്പമംഗലം അകമ്പാടം തറയിൽ സുജീഷ്, ഗ്രാമലക്ഷ്മി ചെമ്പാപ്പിള്ളി സുബിൻ, മാടാനിക്കുളം അന്തിക്കാട്ട് വീട്ടിൽ സുന്ദരൻ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
പുല്ലൂറ്റ് ചാപ്പാറയിൽ സിപിഐയുടെ കൊടിമരം കത്തിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. കാരയിൽ ശ്യാംലാൽ, കരിമ്പാടി നിധിൻ എന്നിവരാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂർ SI A മുകുന്ദന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. വീട്ടുവളപ്പിൽ കളിച്ചുകൊണ്ടിരിക്കെ പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന LKG വിദ്യാർത്ഥി മരിച്ചു. മാരങ്കോട് കാളഞ്ചേരി നെൽസൺ മകൻ 4.5 വയസ്സുള്ള അൽജോ ആണ് മരിച്ചത്. ചാലക്കുടി കാർമൽ സ്കൂൾ വിദ്യാർത്ഥിയാണ്. ചൊവ്വാഴ്ച വൈകിട്ടാണ് അൽജോയ്ക്ക് പാമ്പ് കടിയേറ്റത്. വെള്ളമെടുക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഉൽപാദനം നിലച്ച കാതികുടം നിറ്റ ജലാറ്റിൻ കമ്പനിയിലെ തൊഴിൽ പ്രശ്നം ചർച്ച ചെയ്യാൻ മന്ത്രിതല യോഗം ചേരും. 16 വ്യവസായ മന്ത്രി EP ജയരാജന്റെ അധ്യക്ഷതയിലാണ് യോഗം. ജലവിധാനം താഴ്ന്ന പുഴയിൽ ആഴത്തിൽ ചാലുണ്ടാക്കി വെള്ളമെടുക്കാനാണ് കമ്പനിയുടെ ശ്രമം. ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതി ലഭിച്ചെങ്കിലും കാടുകുറ്റി പഞ്ചായത്ത് ഇതിന് എതിരാണ്. സർക്കാർ ഭാഗത്തുനിന്നും അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ കമ്പനി ലേ ഓഫിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പാണ്. വെള്ളമില്ലാത്തതിനാൽ 2.5 മാസമായി ഇവിടെ ഉൽപാദനം നടക്കുന്നില്ല. ഇടവേള. മാന്യമഹാജനങ്ങളെ, നിങ്ങൾ അറിഞ്ഞോ? കുന്നംകുളത്ത് നമ്മുടെ കേരള വസ്ത്രാലയത്തിൽ ഇപ്പോൾ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കേരള വസ്ത്രാലയത്തിന്റെ പുറകുവശത്ത് യേശുദാസ് റോഡിൽ 2 ഇടങ്ങളിലായി ഒരേ സമയം നിരവധി കാറുകൾ പാർക്ക് ചെയ്യുവാൻ അത്യാധുനിക സജ്ജീകരണങ്ങളോടെ ഒരുക്കിയിരിക്കുന്ന കാർ പാർക്കിംഗ് ഏരിയ ഇനി നിങ്ങളുടെ ഷോപ്പിംഗിന് ഇരട്ടി മധുരമേകും. ഇഷ്ടം പോലെ സെലക്ഷനും വിലക്കുറവും മികച്ച സേവനവും 85 വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തെ കേരള വസ്ത്രാലയത്തിൽ ഇനി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ തുണിത്തരങ്ങളുടെയും വിപുലമായ ശേഖരം. എല്ലാവർക്കും കേരള വസ്ത്രാലയത്തിന്റെ നന്മ നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വീണ്ടും വാർത്തയിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിനുള്ള കൊടിക്കയർ തയ്യാറാക്കാനെന്ന പേരിൽ അനധികൃതമായി പണപ്പിരിവ് നടക്കുന്നതായി ആക്ഷേപം. ഭക്തർ തട്ടിപ്പിനിരയാകരുതെന്ന മുന്നറിയിപ്പുമായി ദേവസ്വം. കുംഭത്തിലെ പൂയം നാളിൽ കൊടിയേറി 10 ദിവസത്തെ താന്ത്രിക ആചാര അനുഷ്ഠാന കർമ്മങ്ങൾക്ക് ശേഷം ആറാട്ടോടെ കൊടിയിറങ്ങുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രോത്സവം. ഈ ഉത്സവത്തിന്റെ കൊടിയേറ്റത്തിന് വേണ്ടി സപ്തവർണ്ണക്കൊടി ദേവസ്വം നേരിട്ടാണ് തയ്യാറാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 5-6 വർഷങ്ങളായി തെക്കൻ ജില്ലകളിൽ നിന്ന് സ്വകാര്യ വ്യക്തികൾ കൊടിക്കയർ കൊണ്ടുവരാറുണ്ട്. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി കൊണ്ടുവരുന്ന കൊടിക്കയർ സ്വർണ്ണ കൊടിമരത്തിന് ചുവട്ടിൽ സമർപ്പിക്കാറാണ് പതിവ്. ഇത് തുടങ്ങിയത് മുതൽ പണപ്പിരിവ് നടക്കുന്നതായി ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ ഇത്തവണ 1 മാസം മുൻപ് തന്നെ വ്യാപകമായ രീതിയിൽ പണപ്പിരിവ് നടക്കുന്നതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കൊടിക്കയർ കൊണ്ടുവരുന്നതിന് ദേവസ്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഭക്തർ പണം നൽകി വഞ്ചിതരാകരുതെന്നും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഫെബ്രുവരി 17-നാണ് ഇത്തവണത്തെ കൊടിയേറ്റം. രാവിലെ നടക്കുന്ന ആനയോട്ടത്തിന് ശേഷം കൊടിപൂജ നടത്തി രാത്രി 9-ഓടെയാണ് തന്ത്രി നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിക്കുക. TCV ഗുരുവായൂർ. പുതുവത്സര രാത്രിയിൽ മദ്യപിച്ച വാഹനം ഓടിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിലെ പ്രതി അറസ്റ്റിൽ. അന്നമനട കുരിയക്കാട്ടിൽ അസീസിന്റെ മകൻ അഷീബിനെയാണ് കൊരട്ടി SI ജയേഷ് ബാലൻ അറസ്റ്റ് ചെയ്തത്. വാളൂർ വെള്ളാട്ടുപറമ്പിൽ ജോസഫിന്റെ മകൻ 14 വയസ്സുള്ള ആൽഫിനാണ് അപകടത്തിൽ മരിച്ചത്. എടത്തിപ്പറമ്പിൽ നെൽസന്റെ മകൻ സിബിന് പരിക്കേറ്റിരുന്നു. അമിതമായി മദ്യപിച്ച് അഷിബിൻ ഓടിച്ചിരുന്ന ബൊലോറോ ജീപ്പാണ് വിദ്യാർത്ഥികളെ ഇടിച്ചു വീഴ്ത്തിയത്. ആൽഫിൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സിബിൻ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നെല്ലായി വല്ലക്കുന്ന് റോഡിലെ പോങ്കോത്ര പ്രദേശത്ത് പ്രളയത്തിൽ റോഡ് അരികെ ഇടിഞ്ഞ് നശിച്ചത് പുനർനിർമ്മിക്കാൻ നടപടിയായില്ല. റോഡിന്റെ പുനർനിർമ്മാണം അനിശ്ചിതമായി വൈകുന്നതിൽ ശക്തമായ പ്രതിഷേധം. പോട്ട 3 പീടിക സംസ്ഥാന പാതയെയും മണ്ണുത്തി അങ്കമാലി ദേശീയപാതയെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ നെല്ലായി വല്ലക്കുന്ന് റോഡ്. നെല്ലായി ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്ററോളം ദൂരെയുള്ള നെല്ലായി റെയിൽവേ സ്റ്റേഷനിൽ എത്താനും ഈ റോഡിനെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത്. സ്വകാര്യ ബസ്സുകളടക്കം 100 കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന ഈ റോഡിന്റെ ഒരു ഭാഗം പ്രളയത്തെ തുടർന്നുള്ള ശക്തമായ കുത്തൊഴുക്കിൽ ഇടിഞ്ഞ് നശിച്ചിരുന്നു. പോങ്കോത്ര മുതൽ അമേത്തുകുഴി പാലം വരെയുള്ള റോഡിന്റെ ഒരു വശം 100 മീറ്ററിലേറെയാണ് അപകടകരമായ തോതിൽ ഇടിഞ്ഞുപോയത്. റോഡരികിലെ മണ്ണിടിച്ചിൽ ഇതുവഴി കടന്നുപോകുന്ന പൈപ്പ് ലൈനും ഇലക്ട്രിക് ലൈനും കേടുവരുത്തി. 4ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു വീണു. നിരവധി മരങ്ങളും നിലംപൊത്തി. റോഡരിക് ഇടിഞ്ഞു നിൽക്കുന്നതിനാൽ ഇതുവഴിയുള്ള യാത്ര അപകടകരമാണ്. റോഡരികിൽ ഒഴിഞ്ഞ ടാർ വീപ്പകൾ നിരത്തി
കയർ കെട്ടിയതൊഴിച്ചാൽ അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് പൊതുമരാമത്ത് അധികൃതർ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്ന് പറപ്പൂക്കര പഞ്ചായത്ത് അംഗം KS ജോൺസൺ പറയുന്നു. ഈ 4 മാസം കഴിഞ്ഞിട്ടും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ വന്ന് അവർ സൈഡിൽ പാട്ടകൾ വെച്ച് പോകാമെന്നല്ലാതെ തുടർ നടപടികൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല. പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ വലിയ അപകടത്തിന് സാധ്യതയുണ്ട്. 100 മീറ്ററിലധികം ദൂരത്തിലാണ് റോഡ് വശം ഇടിഞ്ഞു കിടക്കുന്നത്. നെല്ലായി റെയിൽവേ സ്റ്റേഷനിൽ രാത്രി സമയത്ത് വന്നിറങ്ങുന്നവർ കാൽനടയായും വാഹനങ്ങളിലും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള കുട്ടികളും അപകടം നിറഞ്ഞ ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രളയം കഴിഞ്ഞ് 5 മാസം പിന്നിടുമ്പോഴും തകർന്ന റോഡ് പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടായിട്ടില്ലെന്ന് പറപ്പൂക്കര പഞ്ചായത്തിലെ പോങ്കോത്ര വാർഡിനെ പ്രതിനിധീകരിക്കുന്ന അമ്പിളി സജീവൻ പറഞ്ഞു. രാത്രികാലങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ആൾക്കാർ, നടന്നു പോകുന്ന ആൾക്കാരുണ്ട്, വണ്ടിമ പോകുന്നവരുണ്ട്. ഇവിടെ അപകടം ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. അതിന് എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ റോഡിന്റെ തകർന്ന ഭാഗം വീണ്ടും ഇടിയാൻ ഇടയുള്ളതിനാൽ ബസ്സുകളടക്കമുള്ള സ്വകാര്യ വാഹനങ്ങൾ സാഹസികമായാണ് ഇതിലൂടെ കടന്നുപോകുന്നത്. അപകട സാധ്യതയും ജനങ്ങളുടെ ദുരിതവും കണക്കിലെടുത്ത് എത്രയും വേഗം റോഡിന്റെ പുനർനിർമ്മാണത്തിന് നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV കൊടകര. നെല്ലുവായിൽ വയൽ നികത്തി അനധികൃത കെട്ടിട നിർമ്മാണം നടത്തുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം. വില്ലേജ് ഓഫീസറുടെ നിരോധന ഉത്തരവ് നിലനിൽക്കെയാണ് സ്വകാര്യ വ്യക്തി പാടശേഖരത്തിൽ കെട്ടിട നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. നെല്ലുവായി ഗ്രാമീണ വായനശാലയ്ക്ക് സമീപമുള്ള പാടശേഖരത്താണ് വയൽ നികത്തി കെട്ടിടം നിർമ്മിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് മെമ്മോ നൽകി കെട്ടിട നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. പഞ്ചായത്ത്, വില്ലേജ്, കൃഷി വകുപ്പുകളിലെ അധികൃതർ സ്ഥലത്തെത്തി നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഉടമ തയ്യാറായില്ല. സ്ഥലം ഉടമയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഏങ്കക്കാട് ശ്രീ വീരാണിമംഗലം ശിവക്ഷേത്രത്തിൽ മോഷണ ശ്രമം. ക്ഷേത്രത്തിനകത്ത് കടന്ന മോഷ്ടാക്കൾ ഗണപതി ക്ഷേത്രത്തിന്റെയും ശിവക്ഷേത്രത്തിനു മുന്നിലുള്ള ഭണ്ഡാരങ്ങൾ കുത്തിത്തുറക്കാൻ ശ്രമം നടത്തി. വടക്കാഞ്ചേരി SI KC രതീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി മുട്ടിക്കലിൽ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമം. വടക്കാഞ്ചേരി കുന്നംകുളം റോഡരികിൽ മുട്ടിക്കൽ മോസ്കോ റോഡിന് സമീപത്ത് താമസിക്കുന്ന ഇടശ്ശേരി സുമേഷിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനും ബൈക്കുമാണ് മോഷ്ടിക്കാൻ ശ്രമം നടന്നത്. ശബ്ദം കേട്ട് സുമേഷിന്റെ മാതാവ് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് പിക്കപ്പ് വാനിന്റെ ഡോർ 2 പേർ ചേർന്ന് കുത്തി തുറക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ മകനെ വിളിച്ച് പുറത്തേക്കിറങ്ങിയെങ്കിലും മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു. പിക്കപ്പ് വാനിന്റെ മുൻവശം കുത്തിപ്പൊളിച്ച നിലയിലാണ്. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ജോലിക്കിടെ തൊഴിലുറപ്പ് തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. കടങ്ങോട് ചിറമനങ്ങാട് മേലെപ്പുരയ്ക്കൽ കേശവൻ ഭാര്യ 66 വയസ്സുള്ള പാറുകുട്ടിയാണ് മരിച്ചത്. ചിറമനങ്ങാട് ക്ഷേത്രത്തിന് സമീപം തൊഴിലിനിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എരുമപ്പെട്ടി കരിയന്നൂർ പാടശേഖരത്തിലെ തുരുത്തിൽ തീപിടുത്തം. പറമ്പിലെ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ച് വീടുകളുടെ സമീപത്തേക്ക് പടർന്നു പിടിച്ചത് പരിഭ്രാന്തി പരത്തി. നാട്ടുകാരും വടക്കാഞ്ചേരി ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. നെല്ലായിക്കടുത്ത് കൊളത്തൂരിലെ തരിശുപാടത്ത് തീപിടുത്തം. പാടത്തെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. പുതുക്കാട് നിന്ന് ഫയർ ഓഫീസർ മുരളീധരൻ പിള്ളയുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. പറപ്പൂക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PD നെൽസൺ, പഞ്ചായത്ത് അംഗം KS ജോൺസൺ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പണിമുടക്ക് പ്രവൃത്തി ദിവസങ്ങളാക്കി നഗരസഭ കരാറുകാർ. 2 ദിവസത്തെ അവധി കാലങ്ങളായി മുടങ്ങിക്കിടന്ന കുന്നംകുളം ബസ് സ്റ്റാൻഡിന് മുന്നിലെ കാനയുടെ നിർമ്മാണത്തിന് വേഗം കൂട്ടി. കംഫർട്ട് സ്റ്റേഷൻ പുനർനിർമ്മാണത്തോടനുബന്ധിച്ചുള്ള പ്രവൃത്തിയായിരുന്നു ബസ് സ്റ്റാൻഡിന് മുന്നിലെ കാന നിർമ്മാണം. എന്നാൽ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാനും പുറത്തിറങ്ങാനുമുള്ള പ്രധാന വഴിയായിരുന്നതുകൊണ്ട് തന്നെ ഇവിടെ പ്രവൃത്തി നടത്തുക അസാധ്യമായിരുന്നു. രാത്രിയിൽ മാത്രം പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശിച്ചാണിരുന്നതെങ്കിലും 1 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാകില്ലെന്ന് വന്നതോടെയാണ് പ്രവൃത്തി നീണ്ടുപോയത്. ഹർത്താൽ ദിവസങ്ങളിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ. ഇതിനിടയിലാണ് 2 ദിവസം നീളുന്ന പണിമുടക്ക് ആഹ്വാനമുണ്ടായത്. പണിമുടക്ക് ദിവസങ്ങളിൽ യാത്രക്കാർക്കും ബസ്സുകാർക്കും ബുദ്ധിമുട്ടാതെ തന്നെ പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള തിടുക്കത്തിലായിരുന്നു കരാറുകാരും തൊഴിലാളികളും. 20ഓളം വരുന്ന തൊഴിലാളികൾ യന്ത്രസഹായത്തോടെയാണ് കാന സിമന്റ് ഇടുന്നതും സ്ലാബ് സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തി ചെയ്തത്. 25 സ്ലാബുകളുടെ പ്രവർത്തനമാണ് 2 ദിവസം കൊണ്ട് ഇവർ പൂർത്തിയാക്കിയത്. TCV ന്യൂസ്, കുന്നംകുളം.
ഒമാനിലെ മസ്കറ്റിനടുത്ത് റൂവിയിൽ കടവല്ലൂർ സ്വദേശി ഹൃദയാഘാതം മൂലം മരിച്ചു. കടവല്ലൂർ വടക്കുമുറി മഞ്ഞക്കാട്ട് പരേതനായ വേലായുധൻ മകൻ 60 വയസ്സുള്ള ഗോപാലനാണ് മരിച്ചത്. മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നതിനായുള്ള നടപടിക്രമങ്ങൾ നടത്തിവരുന്നതായി സുഹൃത്തുക്കൾ അറിയിച്ചു. കൊടുങ്ങല്ലൂർ, താലപ്പൊലി, മകരവിളക്ക് എന്നിവയുടെ ഭാഗമായി നഗരത്തിലെ ഹോട്ടലുകൾ, ചായക്കടകൾ, പെട്ടിക്കടകൾ, ജ്യൂസ് സ്റ്റാളുകൾ എന്നിവയിൽ പരിശോധന കർശനമാക്കും. താലപ്പൊലി മഹോത്സവ അവലോകന യോഗത്തിന്റേതാണ് തീരുമാനം. ജനുവരി 14 മുതൽ 18 വരെ നടക്കുന്ന താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായാണ് പരിശോധന നടത്തുക. ആന പരിപാലന നിയമങ്ങൾ കർശനമായി പാലിക്കും. ആരോഗ്യമുള്ള ആനകളെ മാത്രം എഴുന്നള്ളിക്കും. എഴുന്നള്ളത്തിന്റെ സമയത്ത് ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ യോഗം പോലീസിന് നിർദ്ദേശം നൽകി. ഫയർഫോഴ്സ്, മെഡിക്കൽ ടീം എന്നിവർക്കുള്ള സൗകര്യങ്ങൾ ദേവസ്വം ബോർഡ് നൽകും. എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ആനകളെ മുഴുവൻ മാറ്റിയതിനു ശേഷം വെടിക്കെട്ട് നടത്താനും ധാരണയായി. അവലോകന യോഗത്തിൽ അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഉപയോഗശൂന്യമായ ടയറുകൾക്ക് പുതുജീവനേകി പുതിയൊരു കാർഷിക സംസ്കാരത്തിലൂടെ അതിജീവനത്തിന്റെ പാതയൊരുക്കി ശ്രദ്ധേയനാവുകയാണ് സുരേഷ് ബാബു എന്ന പ്രവാസി മലയാളി. കാന്യം സ്വദേശി താനപ്പറമ്പിൽ വീട്ടിൽ സുരേഷ് ബാബുവാണ് ടയർ ഗാർഡനിംഗ് എന്ന വ്യത്യസ്ത മേഖലയിൽ ശ്രദ്ധേയനാകുന്നത്. പഴയ ടയറുകൾ വില കൊടുത്തു വാങ്ങിയാണ് അവയെ ടയർ പോട്ടുകളാക്കി മാറ്റുന്നത്. പ്രവാസിയായിരുന്ന സുരേഷ് ബാബു 10 വർഷം മുൻപ് നാട്ടിലെത്തിയപ്പോൾ വൻതോതിൽ മുളക് കൃഷി ചെയ്തിരുന്നു. എന്നാൽ മണ്ണിലെ ബാക്ടീരിയയുടെ ആധിക്യം മൂലം അവയെല്ലാം നശിച്ചു. ഇതോടെയാണ് മണ്ണുമായി നേരിട്ടല്ലാതെ കൃഷി ചെയ്യാവുന്ന വിദ്യയെക്കുറിച്ച് സുരേഷ് ബാബു ആലോചിക്കുന്നത്. തുടർന്നാണ് താന്യം പഞ്ചായത്ത് കൃഷി ഓഫീസറായിരുന്ന ഡോക്ടർ വിവൻസിയുടെ മാർഗനിർദ്ദേശത്തിൽ ടയർ ഗാർഡനിംഗ് എന്ന ആശയം ഉടലെടുക്കുന്നത്. ഈ ടയർ മേഖലകളിൽ ഏറ്റവും കൂടുതൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മുടെ ടയർ ഇതിലേക്ക് യൂട്ടിലൈസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1 കാർബൺ എമിഷൻ തടയാം, 2 കൊതുകിനെ നിർമ്മാർജ്ജനം ചെയ്യാം, 3 വൺസ് ഒരു പോട്ട് ഉണ്ടാക്കിയാൽ യു വിൽ ഗെറ്റ് എ ലോങ് ടൈം ടു പ്ലാന്റ്. അത് ടയറുകൾ വെട്ടി മനോഹരമാക്കി താമരയുടെയും മറ്റും രൂപത്തിലാക്കി അതിൽ പഴയ നൈലോൺ വലകൾ കൂട്ടി ഉറപ്പിച്ചാണ് ടയർ പോട്ടുകൾ തയ്യാറാക്കുന്നത്. ഇതിനായി സ്കൂട്ടറിന്റെ ടയർ മുതൽ JCBയുടെ ടയർ വരെ ഉപയോഗിക്കുന്നു. ടയർ പോട്ടിൽ വളർത്തുന്ന ചെടികൾക്ക് സമീപത്തെ മണ്ണിന്റെ ഗുണമേന്മ ബാധകമല്ല. പ്രത്യേകം തയ്യാറാക്കുന്ന ടയർ പോട്ടുകളിൽ ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും ചാണകപ്പൊടിയും മാത്രമാണ് ആവശ്യം. ഇതിലാണ് ചെടികൾ നടുന്നത്. ചെടിക്ക് ആവശ്യമായി ജലം മാത്രമാണ് നൽകേണ്ടത്. പച്ചമുളക്, വെള്ളരി, പയർ, കയ്പയ്ക്ക, തക്കാളി, പുതിന തുടങ്ങി അലങ്കാര ചെടികൾ വരെ ടയർ പോട്ടിലൂടെ ഇദ്ദേഹം കൃഷി ചെയ്യുന്നു. 3 ടയറുകൾ ഉപയോഗിച്ച് വീട്ടിലെ അടുക്കള മാലിന്യത്തെ വളമാക്കുന്ന വിദ്യയും സുരേഷ് ബാബുവിന്റെ കൈവശമുണ്ട്. ടയറോബിൻ എന്ന് പേരിട്ടിട്ടുള്ള ഇത് നിർമ്മിക്കാൻ 3 ടയറുകൾ മാത്രമാണ് ആവശ്യം. വശങ്ങളിൽ ദ്വാരങ്ങളിട്ട ടയറുകളുടെ 3 തട്ടിൽ ഓരോന്നിലായി മാലിന്യം നിക്ഷേപിക്കാം. ഓരോ തട്ടും നിറയുന്ന മുറയ്ക്ക് താഴേക്ക് മാറ്റുന്നതാണ് രീതി. 3ാമത്തെ തട്ട് നിറയുമ്പോഴേക്കും ആദ്യത്തെ തട്ടിലുള്ള മാലിന്യം വളമായി മാറും. ഇദ്ദേഹത്തിന്റെ തോട്ടം സന്ദർശിക്കാനും പഠിക്കാനും നിരവധി പേരാണ് ദിവസവും പെരിങ്ങോട്ടുകരയിലുള്ള വീട്ടിലെത്തുന്നത്. വൈഗ 2018 സമേതി അവാർഡും സുരേഷ് ബാബുവിന് ലഭിച്ചിരുന്നു. TCV അന്തിക്കാട്. 5ാമത് നിറച്ചാർത്ത ദേശീയ ചിത്രരചനാ ക്യാമ്പിന് തുടക്കമായി. ഏങ്കക്കാട് നിദർശനയിൽ നടന്ന ക്യാമ്പ് പ്രശസ്ത സംവിധായകൻ ഷാജി N. കരുൺ ഉദ്ഘാടനം ചെയ്തു. രാജ രവിവർമ്മ പുരസ്കാര ജേതാവായ ചിത്രകാരൻ അക്കിത്തം നാരായണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ചരിത്രകാരൻ വിജയകുമാരൻ മേനോൻ, നഗരസഭാ വൈസ് ചെയർമാൻമാർ MR അനൂപ് കിഷോർ, കൗൺസിലർ VP മധു തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ 1ാം വാർഡ് അംഗൻവാടിയിൽ 10 വർഷമായിട്ടും വൈദ്യുതി എത്താത്തതിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കിയ ജില്ലയിലെ അംഗനവാടിയുടെ അവസ്ഥ നാടിനാകെ അപമാനമാണെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത റംഷാദ് പള്ളം പറഞ്ഞു. അടിയന്തര നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി, സാമൂഹ്യക്ഷേമ വകുപ്പ്, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി കൈമാറുമെന്നും പൂർവ്വ വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. പ്രളയത്തെ തുടർന്ന് വീട് നഷ്ടപ്പെട്ടവർക്കുള്ള വീട് നിർമ്മാണ ധനസഹായം ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് നടത്തണമെന്ന് കൊടുങ്ങല്ലൂർ താലൂക്ക് വികസന സമിതി യോഗം റവന്യൂ അധികൃതർക്ക് നിർദ്ദേശം നൽകി. കൊടുങ്ങല്ലൂർ റൂട്ടിൽ കൂടുതൽ KSRTC ബസ് സർവീസുകൾ ആരംഭിക്കണമെന്നും റദ്ദാക്കിയവ പുനഃസ്ഥാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. നഗരസഭാ ചെയർമാൻ KR ജയത്രൻ അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ KV തോമസ്, മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു.
CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടക്കുന്ന പൊതുസമ്മേളനത്തിൽ CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം വർഗീസ് കണ്ടംകുളത്തി അധ്യക്ഷനാകും. വാർത്താസമ്മേളനത്തിൽ വർഗീസ് കണ്ടംകുളത്തി, KP പോൾ, NN ദിവാകരൻ, KV ജനാർദ്ദനൻ, PG ഷാജി, ബാബു തച്ചനാടൻ എന്നിവർ പങ്കെടുത്തു. ഹർത്താൽ ദിനത്തിൽ മദർ ജനസേവ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പഴയ പട്ടാളം റോഡിൽ സൗജന്യമായി ഉച്ചഭക്ഷണ വിതരണം നടത്തി. ട്രസ്റ്റ് സെക്രട്ടറി ജെയ്സൺ പോൾ, ഭാരവാഹികളായ സനൽ, വിഷ്ണു, ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. കോടശ്ശേരി രണ്ടുകൈയിൽ കിണറ്റിൽ വീണ മാനിനെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി. രണ്ടുകൈ പള്ളിയിൽ കരുണാകരന്റെ വീട്ടുകിണറ്റിലാണ് വനത്തിൽ നിന്ന് കൂട്ടം തെറ്റിയെത്തിയ മാൻ അകപ്പെട്ടത്. ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മാനിനെ കരയ്ക്ക് കയറ്റി വനത്തിലേക്ക് വിട്ടയച്ചു. കൊടകര പേരാമ്പ്ര ചെറുകുന്ന് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി ആഘോഷം വർണ്ണാഭമായി. ഗണപതി ഹോമത്തിന് ശേഷം പാൽ, കരിക്ക്, പനിനീർ, പഞ്ചാമൃതം എന്നിവ കൊണ്ടുള്ള അഭിഷേകങ്ങൾ നടന്നു. 8 കാവടി സംഘങ്ങൾ ഒന്നിച്ച് ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ കൂട്ടയോട്ടം കാണാൻ നിരവധി പേർ എത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതിയായ സൂചനാ സംവിധാനങ്ങളില്ലാത്ത ഹമ്പുകൾ അപകടക്കെണിയാകുന്നു. എരുമപ്പെട്ടിയിൽ ഹമ്പിൽ ചാടിയ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ വീട്ടമ്മ മരിച്ചു. പ്രളയം ദുരന്തഭൂമിയാക്കി മാറ്റിയ കുഴൂരിലെ കാർഷിക മേഖല വീണ്ടും പച്ചപ്പണിയുന്നു. അതിജീവനത്തിന്റെ വിജയഗാഥ രചിച്ച് എടത്തുരുത്തിയിലെ പാടശേഖര സമിതി കൂട്ടായ്മ. കുന്നംകുളം നിർദ്ദിഷ്ട ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് വീണ്ടും ചുവപ്പ് നാട്. സാങ്കേതിക അനുമതി ലഭിക്കാതെ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. ദേശീയ പണിമുടക്കിന്റെ 2ാം ദിനത്തിൽ ജില്ലയിൽ പണിമുടക്ക് ഭാഗികം. വ്യാപാര സ്ഥാപനങ്ങളും ഏതാനും സ്കൂളുകളും തുറന്ന് പ്രവർത്തിച്ചു. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ നടന്ന ഹർത്താലിനെ തുടർന്നുണ്ടായ അക്രമങ്ങളിൽ അറസ്റ്റ് തുടരുന്നു. ചാലക്കുടിയിലും 3 പീടികയിലുമായി 19 പേർ കൂടി അറസ്റ്റ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.